നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേദജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങളിലെ മാറ്റങ്ങൾ എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ചിലപ്പോൾ അനുകൂലമായിട്ടും ചിലപ്പോൾ പ്രതികൂലമായിട്ടൊക്കെ ഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച സമയങ്ങൾ ഓരോ ഗ്രഹമാറ്റവും നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ചില ദോഷഫലങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാം. ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ മാറുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൽ പ്രത്യേകിച്ചിട്ട് അനുകൂല മാറ്റങ്ങൾ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ ശതംഗ യോഗം എന്ന സുപ്രസിദ്ധ രാജയോഗം ഇതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതിന്റെ കാരണം ശുക്രനും വ്യാഴവും തങ്ങളുടെ സ്ഥാനങ്ങളിൽ മാറ്റം വരുന്നതിന്റെ ഫലമായിട്ടാണ്. ഇത് 12 രാശിക്കാരുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നത് പ്രത്യേകമായിട്ടും 3 രാശിക്കാർക്കാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ലഭിക്കും. അതിൻ്റെ ഫലമായിട്ട് വരുമാനം വർദ്ധിക്കും. തൊഴിൽ മേഖലയിലെ സാധ്യതകളൊക്കെ മെച്ചപ്പെടും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ പ്രത്യേക ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ ധനുരാശി, കർക്കിടകം രാശി, കന്നി ഉൾപ്പെടുന്നത്. ഈ രാശിക്കാരും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളുമാണ് ആ ഭാഗ്യവാന്മാർ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ധനുരാശിയിലേക്ക് കടക്കാം. അപ്പോൾ ധനരാശിക്കാർക്ക് ഈ രാജ്യവും വലിയ നേട്ടങ്ങളുടെ തുടക്കമായിട്ടാണ് കാണുന്നത്. ഇതിലൂടെ നിങ്ങളുടെ വരുമാനമൊക്കെ ഇരട്ടിയാകും. സാമ്പത്തിക ഉയർച്ചകൾ നേടിയെടുക്കാനൊക്കെ സാധിക്കും. ഇത് പല സന്തോഷകരമായ മാറ്റങ്ങളുടെ തുടക്കമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്ഥാനക്കയറ്റമൊക്കെ വരുന്നൊരു നല്ലൊരു ശുഭമുഹൂർത്തമാണ് നിങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നത്. ഏറ്റവും നല്ല ഫലങ്ങളിലൊന്നായിട്ട് പറയുകയാണെങ്കിൽ തൊഴിൽ രംഗത്തെ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്നത് തന്നെയാണ്. പുതിയ തൊഴിലവസരങ്ങൾ പ്രതീക്ഷകളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഒക്കെ വിജയം കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയും അതുപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആരോഗ്യം നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളുടെ ഒരു തുടക്കമായിട്ടാണ് ഈ രാജയോഗം കാണുന്നത്. ഇതിൽ നിങ്ങളെ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച വസ്തുക്കളൊക്കെ സ്വന്തമാക്കാനായിട്ട് കഴിയും. സാമ്പത്തിക നില മെച്ചപ്പെടും. കടങ്ങളൊക്കെ തിരിച്ചടക്കാനുള്ള ഒരു അവസരം ലഭ്യമാകും. കൂടാതെ തൊഴിൽ മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. വിദേശ യാത്രകൾക്കും ഈ കാലം വളരെയധികം അനുയോജ്യമാണ്. ദീർഘകാലം പൂർത്തിയാക്കുമെന്ന് കരുതിയ പല കാര്യങ്ങളും ഇപ്പോൾ നടപ്പിലാക്കാനായിട്ട് കഴിയും. കൂടാതെ യാത്രകൾ വരുമാനം വർദ്ധിക്കാനൊക്കെ സഹായിക്കും. സാമ്പത്തിക രംഗത്തുള്ള എല്ലാ മാറ്റങ്ങളും നിങ്ങളെ ആകർഷിക്കും. കൂടാതെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ശതംഗയോഗം പല ശുഭകരമായ മാറ്റങ്ങളാണ് നൽകുന്നത്. ഈ കാലയളവിൽ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും. ചെയ്യുന്നതെല്ലാം സന്തോഷകരമായ രീതിയിലാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കുക. സമൂഹത്തിലെ അംഗീകാരവും ആദരവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കലാരംഗത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെ വേണം പറയാൻ. നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പഴയ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കപ്പെടും. അതുപോലെ തന്നെ പല ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു സമയമാണ്. വാഹനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ സ്വന്തമാക്കാനൊക്കെ കഴിയും. കൂടാതെ സാമ്പത്തിക സ്ഥിരത ജീവിതത്തിലെ നല്ല മാറ്റങ്ങളുടെ ഒരു തുടക്കമായിട്ടാണ് ഈ കാലയളവിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.